ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധം ഏതാണ്? പലപ്പോഴും കാമുകന്മാർ തമ്മിലുള്ള ബന്ധമാണെന്നോ അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമാണെന്നോ ഒക്കെ നമുക്ക് പറയാൻ തോന്നുമെങ്കിലും ഏറ്റവും മനോഹരമായ ബന്ധങ്ങളുടെ എല്ലാം അടിസ്ഥാനം സൗഹൃദമാണ് എന്ന് കാണാൻ കഴിയും. അതൊരു അമ്മയും മകനും തമ്മിലാണെങ്കിലും ഒരു കാമുകിയും കാമുകനും തമ്മിലാണെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും ഒക്കെ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ, ആ ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ അവർക്കിടയിൽ ഒരു ശക്തമായ സൗഹൃദം അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാകണമെങ്കിൽ ആരുമായിട്ടുമായിക്കോട്ടെ ഒരു സൗഹൃദം ഉണ്ടാവണമെങ്കിൽ വേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, ആശയവിനിമയം. ആശയവിനിമയം ഇല്ലാതെ സൗഹൃദം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ ആശയവിനിമയം എന്ന് പറയുമ്പോൾ എപ്പോഴും വിചാരിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും കലപില എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിചാരിക്കരുത്. ഒരാളുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ മറ്റേ ആൾക്ക് ഈവൻ സംസാരിക്കാതെ തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതും ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മനസ്സിലാക്കൽ. ചിലപ്പോൾ വാക്കുകളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ആംഗ്യങ്ങളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു നോട്ടത്തിലൂടെ ആയിരിക്കാം. എത്ര എളുപ്പത്തിൽ ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, അയാളുടെ കമ്മ്യൂണിക്കേഷൻ, അയാളുടെ തോന്നലുകൾ, അയാൾക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, അയാൾ പറയുന്നത്, അയാൾ ഇരിക്കുന്ന സിറ്റുവേഷൻ, അയാൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷൻ, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി ചിലപ്പോൾ വാക്കുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ ആയിരിക്കും ഒരുപക്ഷെ രണ്ടാളുകളെ ബോണ്ടഡ് ആക്കുന്നത്. പക്ഷെ മുന്നോട്ട് പോകുന്തോറും ഒരുപക്ഷെ കുറച്ച് വാക്കുകൾ മതിയായിരിക്കും ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ. അപ്പോൾ ആദ്യം ഒരുപാട് വാക്കുകൾ വേണ്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് വാക്കുകൾ കൊണ്ട് തന്നെ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എംപതൈസ് ചെയ്യാൻ പറ്റുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടായി മാറുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കമ്മ്യൂണിക്കേഷൻ വല്ലാത്തൊരു മനോഹരമായ അനുഭവമായി മാറുന്നു. അത് സൗഹൃദത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ബോണ്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അടുത്ത പോയിന്റ് ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റിയാണ്. ട്രസ്റ്റും ലോയൽറ്റി ഞാൻ ഒരുമിച്ചാണ് പറയുന്നത്. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ വിശ്വാസ്യതയാണ്. നമ്മൾ സൗഹൃദം എന്ന് പറയുമ്പോൾ ഏറ്റവും തുറന്നുള്ള സൗഹൃദം, അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ എന്തും പറയാൻ പറ്റുന്ന തരത്തിലുള്ള സൗഹൃദം. അപ്പോഴാണ് ശരിക്കും ഒരു സുഹൃത്താവുന്നത്, അല്ലേ? പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾക്ക് ഭാര്യയുടെ അടുത്ത് പറയാൻ പറ്റില്ല, സുഹൃത്തിൻ്റെ അടുത്ത് പറയാൻ സാധിക്കും. അതിന് കാരണം എന്താ വെച്ചാൽ സൗഹൃദം ഈ പറയുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തിനേക്കാൾ വലിയ സൗഹൃദമായിട്ട് അപ്പുറത്ത് മാറുന്നു എന്നുള്ളത്. എന്തും പറയാൻ പറ്റുന്ന ബന്ധമാവുമ്പോഴാണ് സൗഹൃദമാകുന്നത്. അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലും ആകാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ എന്തും തുറന്നു പറയാൻ പറ്റുന്ന തരത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് കൊടുക്കുന്ന ആളുകളുടെ ഇടയിലെ ഈ ട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറയാമെന്ന് വിചാരിക്കുന്ന സമയത്ത് തിരിച്ചുള്ള റെസ്പോൺസ് വളരെ ഭീകരമാണ് എന്ന് തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് വേണ്ടാന്ന് വയ്ക്കും, അല്ലേ? അങ്ങനെയാണ് പലപ്പോഴും ഭർത്താവിനോട് ഭാര്യയും ഭാര്യയോട് ഭർത്താവും ഒക്കെ ചില കാര്യങ്ങൾ പറയണ്ടെന്നൊക്കെ വയ്ക്കുന്നത്. കാരണം റെസ്പോൺസ് മോശമായിരിക്കും, ചിലപ്പോൾ ഒരു കളിയാക്കലൊക്കെ ആയിരിക്കും. അപ്പം എന്നാൽ പിന്നെ പറയണ്ട, ഇയാളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം മനസ്സിലാവുന്ന ഒരാളോട് പറയാം എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ ഒരു സുഹൃത്തിനോട് പറയുന്നു, അവിടെ ഒരു സൗഹൃദമാണ് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവുന്നത്. അവരോടുള്ള ട്രസ്റ്റാണ്, അവരോടുള്ള ഒരു ലോയൽറ്റിയാണ്. അപ്പം ട്രസ്റ്റ്, ലോയൽറ്റി, ഓപ്പൺനെസ്, ഇതൊക്കെ തീർച്ചയായിട്ടും സൗഹൃദത്തിൻ്റെ ശക്തി കൂട്ടുന്ന ഒരു സാധനമാണ്. മറ്റൊന്ന് ഷെയർഡ് ഇൻട്രസ്റ്റുകളും വാല്യൂ സിസ്റ്റവുമാണ്. വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്ന ഒന്ന്. കാരണം നമുക്ക് ഒരേപോലുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരുപാട് നിമിഷങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കാൻ സാധിക്കുക. ഒരേപോലുള്ള ചിന്തകൾ ഉണ്ടാവുക, ഒരേപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ കഴിയുക. ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയെക്കുറിച്ച് ഏകദേശം ഒരുപോലുള്ള അഭിപ്രായം ഉണ്ടാവുക. വളരെ രസമാണ്. കൊള്ളാലോ, എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാൾ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നും. കാരണം ഈ ലോകം മുഴുവൻ നമുക്ക് എതിരാണ് എന്ന് തോന്നുമ്പോഴും എൻ്റെ കൂടെ കട്ടയ്ക്ക് ഒരാളുണ്ട്, ഞാൻ വിചാരിക്കുന്ന പോലെയൊക്കെ വിചാരിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ അത് ഷെയർഡ് ഇൻട്രസ്റ്റ് ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നാണ്. പിന്നെ വാല്യൂ സിസ്റ്റംസ്. ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് വാല്യൂസ് ഉണ്ടാവും. നമ്മൾ ജനിച്ചു വളർന്ന സിറ്റുവേഷൻസ് എന്നൊക്കെ കിട്ടിയതായിരിക്കും. അതെല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ആ വാല്യൂ സിസ്റ്റംസിനോട് വളരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എളുപ്പമുണ്ട്, നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മളൊരു കാര്യം ചെയ്തത് എന്നൊക്കെ പറയാതെ, എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ അവർക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ വാല്യൂ സിസ്റ്റംസും ഇൻട്രസ്റ്റുകളും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ വളരെ അടിപൊളിയാണ്. വളരെ എളുപ്പത്തിൽ സൗഹൃദം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. പിന്നെ അടുത്തൊരു പോയിന്റ് ടൈം ആൻഡ് അവൈലബിലിറ്റിയാണ്. അപ്പം നമ്മൾ ആക്ച്വലി ഈ ലോകത്തിൽ തന്നെ നമ്മൾ ഈ ടൈമില്ല എന്ന് പറയുമ്പോൾ സംഭവം ടൈമുണ്ട്. ടൈം നമ്മൾ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. നമുക്ക് എന്താണോ പ്രയോറിറ്റി അതിന് നമ്മൾ ടൈം കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കരിയറാണ് പ്രയോറിറ്റി, അല്ലെങ്കിൽ ടാസ്ക്കാണ് പ്രയോറിറ്റി എങ്കിൽ അതിലേക്ക് നമ്മൾ ടൈം കൂടുതൽ കൊടുക്കും. നമുക്ക് സൗഹൃദമാണ് പ്രയോറിറ്റി എങ്കിൽ ഓട്ടോമാറ്റിക്കലി സൗഹൃദത്തിലേക്ക് നമ്മളൊരു
സമയം അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പം ടൈമും അവൈലബിലിറ്റിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സൗഹൃദത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളതിന് പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് ഏതൊരു സാധനവും വലുതാവുന്നത്, അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കുമ്പോഴാണ് അത് കുറച്ചും കൂടി പടർന്ന് പന്തലിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ 4 കാര്യങ്ങളാണ് ശരിക്കും സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ആവശ്യമായിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, നിങ്ങളുടെ ഏറ്റവും അടുത്ത സൗഹൃദത്തിൽ ഇതൊക്കെ ഇല്ലേ എന്നുള്ളത് ആലോചിച്ച് നോക്കിക്കോളൂ. അപൂർവമായിട്ട് ചില കേസസിലൊക്കെ കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സുഹൃത്ത് ബന്ധങ്ങളിലും ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. ഓൾ ദ ബെസ്റ്റ്.